Curve sketching continuing. We have the second problem. Sketch the graph of the function f of x equal to 1 by 1 plus sin x. So first we have to find the domain. f of x in the domain കാണണം. അതായത് f of x ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതൊക്കെ വാല്യൂസിലാണ് ഏതൊക്കെ എക്സ് കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സിന് ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഡിഫൈൻഡ് അല്ലാത്തത് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു 1 by 1 plus sin x ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് വെൻ 1 plus sin x equal to 0. That is sin x equal to -1. That is x equal to sin inverse -1. Sin inverse -1 സൈൻ്റെ വാല്യൂ -1 ആവുന്നത് എപ്പോഴൊക്കെയാണ്? അത് 3π/2 sin 3π/2 -1 ആണ്. പിന്നെ 3π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്യുക, അല്ലെങ്കിൽ -2π ആഡ് ചെയ്യുക. അതായത് നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? 3π/2 പ്ലസ് 2nπ. 2πയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. n എവിടെയാണ്? n ഈക്വൽ ടു -1 -2 അങ്ങനെയുള്ള വാല്യൂസ് വരും. 0 വരും, 1 2 3 എക്സെട്ര. ജനറലി n ബിലോങ്സ് ടു സെറ്റ്. ഇൻറ്റീജേഴ്സ് ആണെന്ന് പറയാം. ഇൻറ്റീജേഴ്സ് ആണ് n. സോ ഡൊമൈൻ ഓഫ് എഫ്. അപ്പോൾ ഈ വാല്യൂസിലൊന്നും എഫ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇത് ഒഴിവാക്കിയ വാല്യൂസിലാണ് എഫ് ഡിഫൈൻഡ് ആവുന്നത്. അപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു നമ്മൾ ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻ്റർവെൽസ് വരും. എന്നിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് അറ്റത്തുള്ള ഇൻ്റർവെൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. യൂണിയൻ -π/2. ഈ വാല്യൂസിലൊന്നും എക്സ് ഡിഫൈൻഡ് അല്ല. ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ ഒഴിവാക്കിയാൽ മതി. ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആണ്. സോ നമുക്കൊരു ഇൻ്റർവൽ, ഓപ്പൺ ഇൻ്റർവലായിട്ട് എടുക്കാം. -π/2 മുതൽ 3π/2 വരെ. അതിൽ -π/2ലും 3π/2ലും എൻ പോയിൻറ്റ്സിൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് അത് ഓപ്പൺ ഇൻ്റർവലാക്കി കൊടുക്കുന്നത്. അടുത്തത് 3π/2 മുതൽ 7π/2 വരെ. അതായത് 3π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് 7π/2 എന്ന് കിട്ടും. യൂണിയൻ എക്സെട്ര അങ്ങനെ ഒരുപാടെണ്ണം പോകും. അടുത്തത് 7π/2 മുതൽ 7π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്യുക. അപ്പോൾ 11π/2 അങ്ങനെ കിട്ടും. അങ്ങനെ എക്സെട്ര. ഇതാണ് ഡൊമൈൻ വരും. ഇനി അടുത്തത് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ നമുക്ക് y ഇൻ്റർസെപ്റ്റ് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 0, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് sin 0. ദാറ്റ് ഈസ് sin 0 0 ആണ്. ദാറ്റ് ഈസ് 1. അപ്പോൾ 0 1 എന്നുള്ള പോയിൻ്റ് ഉണ്ടാവും. ദെൻ പുട്ട് y ഈക്വൽ ടു 0 എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടാൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് 1/1 പ്ലസ് sin x ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഈക്വൽ ടു 0. നോട്ട് പോസിബിൾ ആണ്. അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. അതായത് 1 ഈസ് ദി y ഇൻ്റർസെപ്റ്റ് ആൻഡ് ദർ ഈസ് നോ എക്സ് ഇൻ്റർസെപ്റ്റ്. എക്സ് ഇൻ്റർസെപ്റ്റ് ഇല്ല. അതായത് എക്സ് ആക്സിസിനെ ആ കർവ് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആക്സിസ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് വരില്ല ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിന്. എക്സ് ആക്സിലൂടെ കടന്നു പോകുന്നില്ല. ഇനി അല്ലെങ്കിൽ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല എന്ന് പറയാം. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സിമ്മട്രിയാണ്. എഫ് ഓഫ് -x കാണാം. 1/1 പ്ലസ് sin -x. നമുക്കറിയാം sin -θ sin θയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് നോട്ട് ഈക്വൽ ടു നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് അല്ല. ഇനി എഫ് ഓഫ് എക്സിന് മൈനസ് കൊടുത്തതും അല്ല, നെഗറ്റീവ് കൊടുത്തതും അല്ല. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഓർ ഒറിജിൻ. രണ്ടിലും സിമ്മട്രി ഇല്ല. ഇനി നാലാമത്തെ പോയിൻ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് sin x. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി 1/1 പ്ലസ് sin x. ഇത് സൈൻ ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്. സൈൻ ഇൻഫിനിറ്റി ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഇതും ഡിഫൈൻഡ് അല്ല, ഇതും ഡിഫൈൻഡ് അല്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വാല്യൂ പറയാൻ പറ്റില്ല. ഇനി അഞ്ചാമത്തേത് അസിംപ്ടോട്ടാണ്. നമുക്കറിയാം എക്സ് ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് നമ്മൾ കണ്ടു. 3π/2 പ്ലസ് 2nπ ആണ്. n ബിലോങ്സ് ടു സെറ്റ്. അതായത് എക്സിന് ഈ വാല്യൂ കൊടുക്കുമ്പോഴൊക്കെ 1 പ്ലസ് sin x 0 ആവും.
അതായത് നമ്മുടെ ഫംഗ്ഷൻ 1/1 + sin x ആണ്. അതെന്താവും? ഇൻഫിനിറ്റി ആവും അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് അസിംപ്റ്റോട്ടിന് അതാണ് വേണ്ടത്. എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ എഫ് ഓഫ് എക്സിന് +∞ അല്ലെങ്കിൽ -∞ കിട്ടുന്നത്, അങ്ങനെയുള്ള എക്സ് ഈക്വൽ ടു ആണ് നമ്മുടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 3π/2 + 2nπ 3π/2 + 2nπ where n belongs to Z. These are the vertical asymptotes. ഇനി ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ±∞. ഒന്നുകിൽ +∞ കൊടുക്കുക അല്ലെങ്കിൽ -∞ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് ഒരു കൃത്യം വാല്യൂ കിട്ടണം. പക്ഷെ നമ്മളിവിടെ കണ്ടു അത് രണ്ടും ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെന്ന് കണ്ടു. സോ എന്തില്ല? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ദർ ഈസ് നോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഫോർ എഫ് എന്ന് പറയാം. ഇനി ആറാമത്തെ ഇൻട്രവൽ കാണാനാണ്. അതിന് നമ്മൾ ഡെറിവേറ്റീവ് കാണണം. എഫ് ഡാഷ് എക്സ് 1/1 + sin എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1/xൻ്റെ -1/x² ഇങ്ങനെ വരും. ദെൻ sin എക്സിൻ്റെ cos x, ദാറ്റ് ഈസ് -cos x /1 + sin x (²). ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഇനി ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -cos x ഈക്വൽ ടു 0, ദാറ്റ് ഈസ് cos x ഈക്വൽ ടു 0, ദാറ്റ് ഈസ് x ഈക്വൽ ടു cos ഇൻവേഴ്സ് 0. ദാറ്റ് മീൻസ് കോസിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിന്റ്, cos θ 0 ആവുന്ന പോയിന്റുകൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. അപ്പോൾ π/2ൻ്റെ കൂടെ 2nπ ആഡ് ചെയ്യാം. 2nπ വേർ n ബിലോങ്സ് ടു Z. π/2 വരും. π/2 + 2π അല്ലെങ്കിൽ π/2 - 2π ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ വരും. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ നമ്പേഴ്സ്. ഒരുപാട് ക്രിട്ടിക്കൽ നമ്പർ ഉണ്ട്. ഇനി വേറെ നമ്പേഴ്സ് ഉണ്ടോ? അതായത് ഡിഫൈൻഡ് അല്ലാത്ത. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫൈൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്, അതായത് 1 + sin x (² 0 ആവുന്ന പോയിന്റ്, ദാറ്റ് ഈസ് (² 0 ആണെങ്കിൽ ഫംഗ്ഷൻ 0 ആവണം. നമ്മൾ നേരത്തെ കണ്ട പോയിൻറ്റ്സ് ആണിത്. sin x ഈക്വൽ ടു -1 ആവുന്ന പോയിൻറ്റ്സ് നമ്മൾ കണ്ടത് x ഈക്വൽ ടു 3π/2 + 2nπ ആണ്, വേർ n ബിലോങ്സ് ടു Z. അപ്പോൾ ഇതും അതുപോലെ നേരത്തെ കണ്ട ഈ പോയിൻറ്റ്സും ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സോ ദ ഇൻട്രവൽസ് ആർ, നമ്മൾ ഇൻട്രവൽ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വരും: -5/2 -3π/2 -3π/2 -π/2 -π/2 മുതൽ π/2 വരെ 2π ആഡ് ചെയ്താണല്ലോ. ഓക്കെ, -π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്താൽ π ആഡ് ചെയ്താൽ നമുക്ക് 2π -π + 2π/2 ദാറ്റ് ഈസ് π/2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇൻട്രവൽ കിട്ടുന്നത്, ഓരോന്നിൻ്റെയും കൂടെ π ആഡ് ചെയ്ത്. സോ എക്സെട്ര ഒരുപാട് ഇൻട്രവൽസ് ഉണ്ടാവും. ഇവിടുന്ന് ലെഫ്റ്റിലും ഉണ്ടാവും. അതായത് നമുക്ക് ഒരു ഇത്ര എണ്ണം എന്ന് കൃത്യമായിട്ട് ഇൻട്രവൽ പറയാൻ പറ്റില്ല, ഒരുപാട് ഇൻട്രവൽസ് ഉണ്ടാവും. ഓക്കെ, അടുത്ത ഇൻട്രവൽ വരുന്നത് π/2 3π/2 ആണ്. അങ്ങനെ സോ ഓൺ. ഇനി ഇതിൽ ഓരോ ഇൻട്രവലിലും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻട്രവൽ എടുക്കാം, -5π/2 -3π/2 എന്ന് പറയുന്ന ഇൻട്രവൽ. ആദ്യത്തെ ഇൻട്രവൽ അല്ല നമ്മൾ എഴുതിയ, അതിന് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഇൻട്രവൽസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നൊരു പോയിന്റ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് -2π. അപ്പോൾ π എന്ന് പറഞ്ഞാൽ നമ്മൾ 180 ആണ് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ആ ആംഗിൾ നോക്കിയിട്ട് അതിനിടയ്ക്കുള്ള ഒരു ആംഗിൾ എടുത്താൽ മതി. സോ ദിസ് ഈക്വൽ ടു -cos -2π/1 + sin -2π (² എന്ന് കിട്ടും. ഈ sin nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ താഴെ 1² 1 വരും. മുകളിൽ cos - θ cos θ തന്നെയാണ്. cos 2π എന്ന് പറഞ്ഞാൽ 1. സോ -1/1
that is -1, that is less than 0. ലെസ് ദാൻ 0 ആണ്. എഫ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്. ഇനി അതേപോലെ അടുത്ത ഇൻ്റർവെല്ല് -3π/2 -π/2 ആണ്. അതൊന്ന് ഒരു ആംഗിൾ എടുത്താൽ നമുക്ക് -π എടുക്കാൻ പറ്റും. -π എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ അതായത് എന്ത് വരും? -cos -π ഡിവൈഡ് ബൈ 1 + sin -π ഹോൾ സ്ക്വയർ. നേരത്തെ പോലെ അത് 0 ആവും, താഴെ 1 വരും, മുകളിൽ cos -π എന്ന് പറഞ്ഞാൽ cos π തന്നെ, cos π -1 ആണ്. ഈ മൈനസും പ്ലസ്, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് ഇൻക്രീസിങ്. ഇനി അടുത്ത ഇൻ്റർവെൽ -π/2 π/2 ആണ്. അത് നമുക്ക് 0 എടുക്കാം. f'(0) ദാറ്റ് ഈസ് -cos 0/1 + sin 0 ഹോൾ സ്ക്വയർ. cos 0 1 ആണ്, താഴെയും 1, സോ -1/1 ലെസ് ദാൻ 0 ഡിക്രീസിങ്. അതായത് ഓരോ ഇൻ്റർവെല്ലിലും ആൾട്ടർനേറ്റ് നമ്മൾ എഴുതിയ ഇൻ്റർവെല്ല അങ്ങനെ ഇൻക്രീസിങ് ഡിക്രീസിങ് ആൾട്ടർനേറ്റീവ്ലി പോകും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ, ഇൻക്രീസ് ചെയ്യുന്ന ഇൻ്റർവെൽസ് ഇതൊക്കെ ആയിരിക്കും. -3π/2 -π/2, ദെൻ π/2 ഒന്നിടവിട്ടുള്ള ഇൻ്റർവെൽസ് 3π/2, അതുപോലെ 5π/2 7π/2 ആൻഡ് സോ ഓൺ. ഇവിടെ ലെഫ്റ്റ് സൈഡിലും കുറേ ഇൻ്റർവെൽസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് അല്ല, -3π/2 -π/2, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ കുറേ ഇൻ്റർവെൽസ് ഉണ്ടാവും. ആൻഡ് ഡിക്രീസിങ് ഓൺ ലെഫ്റ്റ് സൈഡിൽ ഒരുപാടെണ്ണം ഉണ്ടാവും. ദെൻ -5π/2 -3π/2, അടുത്തത് -π/2 π/2, ദെൻ നെക്സ്റ്റ് 3π/2, അതായത് ഇതിനിടയ്ക്ക് വരുന്നതാണ് 5π/2 ആൻഡ് സോ ഓൺ. ഇതാണ് ഇൻ്റർവെൽസ്. അതായത് നമ്മളൊരു ലൈനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 ഉണ്ടാവും, ദെൻ π/2 വരുന്ന രീതിയിൽ π/2 ഇൻ്റർവെല്ലിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ 3π/2 2π, ദെൻ 5π/2 ലെഫ്റ്റ് സൈഡിലേക്ക് -π/2 -π -3π/2 -2π എക്സെട്ര. അപ്പോൾ -3π/2 -π/2 ഇൻക്രീസിങ് ആണ്. -π/2 +π/2 ഡിക്രീസിങ് ആണ്. π/2 3π/2 അഗെയിൻ ഇൻക്രീസിങ്, ദെൻ 3π/2 5π/2 ഡിക്രീസിങ്. ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് പോകുന്ന ഒരു ബിഹേവിയറാണ് അതിനുണ്ടാകും. ദെൻ എട്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് കോൺകേവിറ്റിയാണ് അല്ലേ. കോൺകേവിറ്റി ചെക്ക് ചെയ്യാൻ അതിന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് f'(x), ദാറ്റ് ഈസ് d/dx ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കറിയാം -cos x ഡിവൈഡ് ബൈ 1 + sin x ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് d/dx ഓഫ് -cos x ഇൻറ്റു 1 + sin x ഹോൾ റൈസ് ടു -2 എന്ന് എഴുതാം. ദെൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ -cos x ഇൻറ്റു ഡെറിവേറ്റീവ് എന്ന് വരുന്നത് -2 ഇൻറ്റു 1 + sin x ഹോൾ റൈസ് ടു -3 ഇൻറ്റു cos x പ്ലസ് 1 + sin x ഹോൾ റൈസ് ടു -2 ഇൻറ്റു ഒരു മൈനസ് ഉണ്ടാവും, cos എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ആയി പോകും. സോ വി ഗെറ്റ് ഇവിടെ 1 + sin x ഹോൾ റൈസ് ടു -3 ഉണ്ട്, അവിടെ ഹോൾ റൈസ് ടു -2 ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ചെറുത് നമ്മൾ പുറത്തേക്ക് എടുത്താൽ 1 + sin x ഹോൾ റൈസ് ടു -3 പുറത്തേക്ക് എടുത്തു, കോമൺ ആണ്, sin x വരും, ദെൻ 1 + sin x പ്ലസ് 2 cos square x എന്ന് വരും. ഇവിടെ ഒരു -2 +2 ആവും, ഇവിടെ ഒരു cos x ഉം ഇവിടെ ഒരു cos x, 2 cos square x, ദെൻ sin x പ്ലസ് sin square x പ്ലസ് 2 ഇൻറ്റു cos square xനെ 1 - sin square x എന്ന് എഴുതുന്നുണ്ട്, ഡിവൈഡ് ബൈ ഇതിനെ താഴേക്ക് എഴുതുന്നുണ്ട് 1 + sin x ഹോൾ ക്യൂബ്, ദെൻ sin x sin square x
sin x plus sin square x plus 2 minus 2 sin square x divided by 1 plus sin x whole cube. So that's equal to sin x minus sin square x plus 2 divided by 1 plus sin x whole cube എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഔട്ട് സൈഡ് എടുത്താൽ sin square x minus sin x minus 2 divided by 1 plus sin x whole cube. അപ്പോൾ ഇത് sin xയിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ന്യൂമറേറ്ററിൽ. സോ അതിനെ നമുക്ക് മൈനസ് ആൾറെഡി ഉള്ള മൈനസ് ഉണ്ട്. ദെൻ അതിനെ നമുക്ക് sin x minus 2 ഇൻറ്റു sin x plus 1 എന്നെഴുതാം divided by 1 plus sin x whole cube. സോ 1 plus sin x ഒന്ന് ക്യാൻസൽ ചെയ്തു പോകും. മൈനസ് ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 minus sin x divided by 1 plus sin x whole square എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ കോൺകേവിറ്റി പറയാം. ഈ സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയ്ക്കായിരിക്കും. -1നും +1നും ഇടയ്ക്കായിരിക്കും നമുക്കറിയാം. അപ്പോൾ മാക്സിമം വാല്യൂ ആയാലും മിനിമം വാല്യൂ ആയാലും -1നും +1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആയാലും, അതായത് -1 ആയാലും +1 ആയാലും, ഈ 2 minus sin x എന്താ വരിക? പോസിറ്റീവാണ് വരിക അല്ലേ? 2 -1 വന്നാലും 2 -1 വന്നാലും ഇനി -1നും +1നും ഇടയ്ക്കുള്ള വേറെ ഏത് നമ്പർ വന്നാലും 2 വലുതാണ്. 2ൻ്റെ സൈനാണ് വരിക, പോസിറ്റീവ് വരും. താഴെ 1 plus sin x whole സ്ക്വയർ ആണ്, അതും ഒരു സ്ക്വയർ ആണ്, എല്ലായ്പ്പോഴും പോസിറ്റീവ് വരും. സോ f double dash of x is greater than 0 whenever it is defined. f double dash of x എല്ലായ്പ്പോഴും ഡിഫൈൻഡ് ആവണമെന്നില്ല. ഡിനോമിനേറ്റർ ആയ 1 plus sin x whole സ്ക്വയർ 0 ആകുമ്പോൾ അത് ഡിഫൈൻഡ് ആവില്ല. പക്ഷെ ഡിഫൈൻഡ് ആയിടത്തെല്ലാം അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ ഡിഫൈൻഡ് ആയ സ്ഥലത്ത് എല്ലാം അത് പോസിറ്റീവ് ആയിരിക്കും. ഡിഫൈൻഡ് അല്ലാത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ 1 plus sin x whole സ്ക്വയർ 0 ആവുന്ന സ്ഥലം, ദാറ്റ് ഈസ് 1 plus sin x 0 ആവുന്ന പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് sin x -1 ആവുന്ന പോയിൻറ്റ്സ്. അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, ബാക്കി എല്ലാ പ്ലേസിലും, പോയിൻറ്റ്സിലും f double dash of x ഗ്രേറ്റർ ദാൻ 0 ആണ്. f double dash ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ കോൺകേവ് അപ്പാണ് അല്ലേ? കോൺകേവ് അപ്വേർഡാണ്. അപ്പോൾ കോൺകേവ് അപ്വേർഡ് ആവുന്ന പോയിൻറ്റ്സ് നമുക്ക് ഒരുപാട് ഇൻ്റർവെൽസ് കിട്ടും. -5π/2 -π/2 ഈ എൻ പോയിൻറ്റ്സിലൊന്നും ആവില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവെൽ എടുത്തത്. അതുപോലെ -π/2 3π/2 ഇവിടെയൊക്കെ sin x -1 ആയിരിക്കും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. ഡിഫൈൻഡ് അല്ല f double dash of x. സോ ദീസ് ആർ ദി പോയിൻറ്റ്സ്. അതായത് f double dash ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ f ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് ആണ്. എഫിൻ്റെ ഡിനോമിനേറ്റർ 1 plus sin x ആണ്, അതായത് sin x -1 ആവുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ഡൊമൈനിൽ കംപ്ലീറ്റ് ഫങ്ഷൻ കോൺകേവ് അപ്വേർഡാണ്. അതായത് ഫങ്ഷൻ ഡിഫൈൻഡ് ആയിടത്തെല്ലാം കംപ്ലീറ്റ് ഡൊമൈനിൽ, നമ്മുടെ കംപ്ലീറ്റ് ഡൊമൈനിൽ ഫങ്ഷൻ കോൺകേവ് അപ്പാണ്, അതൊരിക്കലും കോൺകേവ് ഡൗൺ ആവുന്നില്ല. ഇനി നയൻത്ത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. f double dash of x 0 ആവുന്ന പോയിൻ്റ് കാണണം, അത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. f double dash of x 0 ആവുക എന്ന് പറഞ്ഞാൽ f double dash of x നമ്മൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു, 2 minus sin x divided by 1 plus sin x whole സ്ക്വയർ. ഇത് 0 ആവുക എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 minus sin x equal to 0. ദാറ്റ് ഇംപ്ലൈസ് sin x equal to 2. sin x equal to 2 എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം sin xൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, +1 ആണ്. അതൊരിക്കലും 2 sin xന് ഏത് x കൊടുത്താലും 2 എന്ന വാല്യൂ കിട്ടില്ല. സോ f double dash of x 0 ആവുന്ന പോയിൻ്റ് ഇല്ല. ദാറ്റ് മീൻസ് f ഹാസ് നോ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, നോ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗൈഡ് ലൈൻ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ.
ഇനി അതിൻ്റെ സമ്മറി ഒന്ന് നമുക്ക് നോക്കാം. ഡൊമൈൻ എഴുതിയിട്ടുണ്ട്, യൂണിയനായിട്ട് എഴുതി. y ഇൻ്റർസെപ്റ്റ് 1 ആണ്. എക്സ് ഇൻ്റർസെപ്റ്റും നമ്മൾ കിട്ടിയിട്ടുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് എക്സ് ഇൻ്റർസെപ്റ്റ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയത്. 0 = 1 എന്നുള്ള പോസിബിലിറ്റിയാണ്. അതുണ്ടാവില്ല, പോസിബിൾ അല്ല. സിമ്മട്രി ഇല്ല, ഒറിജിനിലും y ആക്സിസിലും ഇല്ല. ആൻഡ് ബിഹേവിയർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അസിംപ്ടോട്ട്, വെർട്ടിക്കൽ അസിംപ്ടോട്ട് ആണുള്ളത്, ഹൊറിസോണ്ടൽ ഇല്ല. ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് റിലേറ്റീവ് മിനിമം, റിലേറ്റീവ് മാക്സിമം ഇൻ്റർവൽസ്, ഫങ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവൽസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റ്, അതായത് കോസ് എക്സുകൾ 0 ആവുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ π/2 + 2n n belongs to Z. അപ്പോൾ അതിൽ ഓരോ ഇൻ്റർവെല്ലിലും ലെഫ്റ്റും റൈറ്റും എടുത്താൽ നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൽസ് പോയിൻറ്റ്സ് കിട്ടും. -3π/2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 1/2 എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ പോയിൻ്റാണ്. f(-3π/2) ആണ്. അതുപോലെ π/2-ൽ, -π/2-ൽ, 3π/2-ൽ, -3π/2-ലൊക്കെ 5π/2-ലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി കോൺകേവിറ്റി എന്ന് പറഞ്ഞാൽ അപ്വേർഡാണ്. എല്ലാ ഇൻ്റർവെല്ലിലും പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ല. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം ഷേപ്പാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ എക്സ് ആക്സിസ് ആൻഡ് വി ഹാവ് ദി വൈ ആക്സിസ് ഉണ്ട്. ദെൻ നമ്മൾ 0 അടയാളപ്പെടുത്തി. ദെൻ π/2 ഇൻ്റർവെല്ലാണ്. അത് കഴിഞ്ഞ് പൈ, ദെൻ 3π/2, ദെൻ 2π, അങ്ങനെ പോകും. ലെഫ്റ്റ് സൈഡിലേക്ക് -π/2, -π, -3π/2, -2π, -5π/2. ഓക്കെ, ഇങ്ങനെ പോകും എക്സ് ആക്സിസും വൈ ആക്സിസും. ഇനി നമ്മളിതിനെ ഓരോ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽ അനുസരിച്ച് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. -3π/2 -π/2-ൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ആ ഇൻ്റർവൽസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ലൈൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. -π/2-ൽ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ -5π/2-ൽ അതിനിടയ്ക്ക് ഉള്ള ആ ക്യാരക്ടർ, ഓരോ കർവിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ -π/2-ൽ, -5π/2-ൽ, അതുപോലെ 3π/2. ഓക്കെ, അത് ആക്ച്വലി ഡോട്ടിട്ടാണ് വരയ്ക്കുന്നത്. ഇടയ്ക്ക് ഡോട്ടുള്ള ലൈനാണ്. ദെൻ ഇൻക്രീസിങ് നോക്കാം. -3π/2 -π/2, -3π/2 -π/2, ഇതവിടെ അവിടെ ഇൻക്രീസിങ് ആണ്. അതുപോലെ -π/2 π/2, ഇതവിടെ ഡിക്രീസിങ് ആണ്. ദെൻ π/2 3π/2-ലും ഇൻക്രീസിങ് ആണ്. π/2 3π/2 ഇൻക്രീസിങ് ആണ്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഇവിടെ -5/2 3π/2-ൽ ഡിക്രീസിങ് ആണ്. ദെൻ -3π/2-ൽ നമുക്ക് റിലേറ്റീവ് മിനിമം ഉണ്ട്. -3π/2-ൽ 1/2 ആണ് അല്ലേ. f(-3π/2) എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും.
അപ്പോൾ -3π/2 ഏകദേശം നമ്മൾ ഇവിടെ 1/2 കൊടുക്കുകയാണെങ്കിൽ 1/2 കിട്ടും. അതുപോലെ π/2 1/2 അവിടെയും റിലേറ്റീവ് മിനിമമാണ്. ഈ 1/2 ആണ് എല്ലായ്പ്പോഴും y കോർഡിനേറ്റ്. π/2 അതുപോലെ 5π/2 അവിടെയൊക്കെയാണുള്ളത്. π/2 1/2 ഓക്കെ. ദെൻ 5π/2 ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒക്കെ കിട്ടി. ദെൻ y ഇൻ്റർസെപ്റ്റ് നമുക്കറിയാം 1 ആണ്. അതായത് 0 വരുമ്പോൾ 1 ആണ് വാല്യൂ. അപ്പോൾ ഫംഗ്ഷൻ ഇതിലൂടെ ഗ്രാഫ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഇവിടെ ഇൻക്രീസിങ് ആണ്. ദെൻ ഇവിടെ എത്തുന്നു. ദെൻ ഡിക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരാബോളിക് ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ 1 കടന്നു പോകുന്നുണ്ട്. 0 ആകുമ്പോൾ 1 ആണ് വാല്യൂ. സോ ആ 1 കടന്നു പോകുന്നു. ദെൻ ഇവിടെ എത്തുന്നു. ദെൻ ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നു. ഈ പോയിൻ്റ്, ഈ ലൈനില്ലേ 3π/2, അതേപോലെ ഈ റെഡ് ലൈനും അത് നമ്മൾ വരച്ചിട്ടുള്ളത് അതെല്ലാം അസിംപ്റ്റോട്ട്സ് ആണ്. അസിംപ്റ്റോട്ട്സ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ആണ് നമുക്കുള്ളത്. 3π/2 ഉണ്ട്. ദെൻ 3π/2ൻ്റെ കൂടെ 2π ആഡ് ചെയ്തത്, 2π മൈനസ് ചെയ്തത്, അങ്ങനെയുള്ള ലൈൻസാണ്. ഇതൊക്കെ അസിംപ്റ്റോട്ടാണ്. അതായത് ഈ കർവ് ഇങ്ങനെ പോകുമ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് അത് ടാൻജൻ്റായി മാറും. അതാണ് അസിംപ്റ്റോട്ടിൻ്റെ കണ്ടീഷൻ. അതേപോലെ തന്നെ ഇവിടെയും ഈ ഷേപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടേക്കൊക്കെ 1/2 ഒരു മിനിമം ഉണ്ടാവും എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്, പരാബോളിക് ഷേപ്പ്. അത് ഓരോ ഇൻ്റർവെല്ലിലും അങ്ങനെ ഉണ്ടായിരിക്കും. ഈ ലൈനുകളെല്ലാം അസിംപ്റ്റോട്ടുകളായിരിക്കും, റെഡ് ലൈൻസ് എല്ലാം. സോ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. 0 ആകുമ്പോൾ y ഇൻ്റർസെപ്റ്റ് നമുക്കുണ്ട്, 1 പാസ് ചെയ്യും. സോ ദിസ് ഈസ് ദി കർവ് സ്കെച്ചിങ് ഓഫ് ദി ഫംഗ്ഷൻ f of x equal to 1/1 plus sin x. Thank you.